എടാ, പോലീസ് പുറകെ ഉണ്ട്, ഓടിക്കോ. അണ്ണൻ ഗോൾഡ് ബിസ്ക്കറ്റ് കളയാതെ നോക്ക്. നിങ്ങളെ ഞാൻ ഒരു ദിവസം പിടിക്കും. എടാ, പെട്ടെന്ന് വാടാ. അയ്യോ, കാലി വയ്യേ. ഈ സിനിമ ഇറങ്ങിയിട്ട് വേണം ഒന്ന് തിയേറ്ററിൽ പോയിട്ട് കാണാൻ. പെട്ടെന്ന് സിനിമ ഇറങ്ങിയാൽ മതിയായിരുന്നു. അമ്മ, ഞാൻ വന്ന്. വാതില് തുറക്ക്. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയോടാ. ആ, പറഞ്ഞതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. വിത്ത് മൈ ഫേവററ്റ് ബിസ്ക്കറ്റ്. എനിക്ക് ഭയങ്കര ക്ഷീണം, ഒന്ന് കിടന്നുറങ്ങട്ട്. എടാ ലോലു, ഇങ്ങ് വന്നേ. എന്താ? എണീക്കടാ. എടാ, ഇതെന്തോന്നടാ സംഭവം? ഇത് അച്ഛൻ എവിടെ നിന്ന് കിട്ടിയത്? ഇത് നീ നേരത്തെ കൊണ്ടുവന്ന കവറിൽ ഉണ്ടായതാടാ. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. അപ്പോ ഇത് എന്തായിരിക്കും? അണ്ണാ, ആ ഗോൾഡ് നമ്മൾ എടുക്കാൻ നിന്നിരുന്നെങ്കിൽ ആ സമയം കൊണ്ട് നമ്മളെ പോലീസ് പിടിച്ചേനെ. അതുകൊണ്ടല്ലേ ഞാൻ ഓടിയത്. ഗോൾഡ് വീണെടുത്ത് നമ്മൾ എത്ര നോക്കി, എന്നിട്ട് ഒരു പൊടി പോലും കിട്ടിയില്ലല്ലോ. അതെവിടെ പോയി കാണും? ഷേ, നമ്മൾ കഷ്ടപ്പെട്ട് മോഷ്ടിച്ചതായിരുന്നു, അത് പോയി. ഇത് ഉറപ്പിച്ച് ഇത് കഴിക്കേണ്ട സാധനമൊന്നും അല്ല. എന്റെ അഭിപ്രായത്തിൽ ഇത് 100% സ്വർണമാണ്. അതായത് സ്വർണ ബിസ്ക്കറ്റ് എന്നും പറയും. സ്വർണമാ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ ലോലു പൊട്ടനിത് അവിടെ നിന്ന് കിട്ടി. അതാണ് അമ്മേ ഭാഗ്യം. അത് വിട്, നമ്മക്കിത് വിറ്റാലാ. എന്ത് പറയുന്നു അച്ഛാ? വിൽക്കാമോ? പൈസ കിട്ടൂലേ? ഇതാരെയാ, എന്താ, എവിടെന്നാ ഒന്നും അറിയാതെ വിളിക്കുന്നത് തെറ്റാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഇത് ദയവായിട്ട് കൊണ്ടു തന്നെയാ, വിറ്റ് കളയണം. എടാ, നീ അങ്ങനെ പറയല്ലേ. ഞാൻ അറിയാതെ വിറ്റുപോവും. എന്റെ കൺട്രോളൊക്കെ ഇപ്പോഴേ പോയി. അപ്പോ എന്ത് പറയണ്, വിൽക്കല്ലേ? എന്നാ കൊണ്ടുപോയി വിൽക്കാം. ഡാഡ്, ബാക്കി സാധനങ്ങളൊക്കെ നാളെ വാങ്ങണോ അതോ ഇപ്പൊ വാങ്ങണോ? എടാ, ബാക്കി സാധനങ്ങളൊക്കെ നാളെ വാങ്ങാം. ഇപ്പോ തന്നെ 1 ലക്ഷം ചെലവായി. ലോലു, നിന്റെ ലുക്കൊക്കെ മാറിയല്ല. അമ്മ, എൻ്റെ ലുക്ക് മാറിയിട്ടുണ്ട്. എന്നാലും ഈ ഗോൾഡ് എനിക്ക് എവിടെ നിന്ന് കിട്ടി? ഇതിനെപ്പറ്റി ഇനി ആരും മിണ്ടണ്ട. ഈ രഹസ്യം ആരെങ്കിലും തേടി വന്നാൽ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. എടാ, ഗോൾഡ് ബിസ്ക്കറ്റ് കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്.